ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും വിവാദമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വാപുരൻ. വാവരല്ല വാപുരനാണുള്ളത് എന്ന് പറയുന്നത്. അതിൽ ആ വിവാദങ്ങളുടെ പുതിയതായിട്ട് വീണ്ടും തുടങ്ങിയ വിവാദങ്ങളിലെ ഒരു നായകൻ സ്ഥാനത്ത് അങ്ങുമുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ശബരിമല ഒരു ബഹുസ്വരമായ ഒരു ആരാധനാ കേന്ദ്രമാണ്. അവിടെ മതമൈത്രിയുണ്ട്, അവിടെ ബഹുവിധമായിട്ടുള്ള വിശ്വാസങ്ങളിൽ വരുന്നവരുണ്ട്, അവിടെ വരുന്നവർ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളില്ല, എല്ലാവരും സ്വാമിയാണ്. അവിടെ വരുന്നു, അയ്യപ്പൻ്റെ സുഹൃത്തായ വാവരെ കാണുന്നു, വാവരുടെ നടയും അവിടെ ഉണ്ട്. അവർ ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരമുള്ള ആൾക്കാർ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അതവിടുന്ന് മാറ്റണം, വാപുരൻ വേറെയാണ്, വാവര് വേണ്ട എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു തികഞ്ഞ വർഗീയതയല്ലേ? അവിടെ അങ്ങ് പറഞ്ഞതിലേ ഒരു ചെറിയൊരു തിരുത്ത് ഞാൻ ആദ്യം പറയാം. അവിടെ മതമൈത്രിയാണ്. ആ മൈത്രി ആവണമെങ്കിൽ മൂന്നെണ്ണം വേണ്ടേ? അങ്ങേഴ് ബാബുരനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം മതമൈറ്റുവാണ്, അത് മൈത്രിയില്ല. അപ്പോൾ രണ്ടാമതൊരു കാര്യം വെച്ചാൽ അവിടെ വാവരും വാപുരനും എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് എന്നെപ്പോലെയുള്ള ഒരാൾ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണ്. അതിലെന്തെങ്കിലും യുക്തിയില്ലാത്തതാണെങ്കിൽ ഞാൻ തള്ളിക്കളയും. എൻ്റെ യുക്തിക്ക് നിരക്കുന്നത് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്താണ് ഈ പറയുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വാവരുടെ ചരിത്രം കേൾക്കുന്നത്. അപ്പോൾ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട് പലരോടും പലതും ചോദിക്കുമ്പോൾ എനിക്കാകെ ആശയക്കുഴപ്പമാണ്. ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ കഥകൾ. അപ്പോൾ അയ്യപ്പനും വാവരും എന്നാണ് സിനിമ പോലും ഇവർ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ അയ്യപ്പൻ്റെ സന്തത സഹചാരിയാണ് വാവരെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വാവര് എവിടെ ജനിച്ചു? അയ്യപ്പൻ ജനിച്ച സ്ഥലം കൃത്യമായിട്ട് പറയുന്നുണ്ട്, പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നാൽ അതേ കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ചരിത്രം വേണ്ടേ? എന്തുകൊണ്ട് വാവര് എന്ന് പറയുന്ന ആളുടെ ജനിച്ചത് എവിടെയായിരുന്നു, എവിടെ വളർന്നു, എവിടെ മരിച്ചു എന്നതിനെക്കുറിച്ച് ഇല്ലാത്തത്? അപ്പോൾ അതിൽ തന്നെ ഒരു അതിശയോക്തി. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം എന്താണ്? വാവരെന്ന് പറയുന്നത് വിദേശത്ത് നിന്നും അറബി നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാത്തത്. അപ്പോൾ അറബി നാട്ടിൽ നിന്നും ഇവിടത്തേക്ക് വന്ന ഒരു കടൽ കൊള്ളക്കാരനായിരുന്നു. അപ്പോൾ ആ കടൽ കൊള്ളക്കാരനായ വാവർ അയ്യപ്പനിലുള്ള പന്തളത്തെ ആക്രമിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താ, ഈ പന്തളം എന്ന് പറയുന്ന സ്ഥലത്തിന് ചുറ്റും എവിടെയും കടലില്ല. ഞാൻ എൻ്റെ പുസ്തകത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. പന്തളം എന്ന് പറയുന്ന ചുറ്റുവട്ടത്ത് എവിടെയും കടലില്ല. ഇന്ന് പന്തളം എന്ന് പറയുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയ്ക്ക് ചുറ്റും എവിടെയും കടലില്ല. അപ്പോഴാണ് പറയുന്നത് അത് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴക്ക് അപ്പുറം കടലല്ലേ. എന്നാലും ഈ ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് പണ്ടത്തത് മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു. ചെമ്പകശ്ശേരി എന്ന് പറയുന്ന നാട്ടുരാജ്യമായിരുന്നു അത്. പിന്നീട് അമ്പലപ്പുഴ എന്ന് പേര് മാറി. അപ്പോൾ അവിടെ ആക്രമിച്ചതിന് അയ്യപ്പൻ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇവിടെ പന്തളത്തെ ആക്രമിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ആൾ വന്നത് വലിയ കപ്പലിൽ വന്നു യുദ്ധം ചെയ്തു എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല. പിന്നെ എങ്ങനെ വരണം? അയ്യപ്പൻ്റെ പന്തളത്തിന് ആക്രമിക്കണമെങ്കിൽ ചെറു തോണിയിൽ വന്നിട്ടാണ് ആക്രമിക്കേണ്ടത്. അതിന് വന്നു കഴിഞ്ഞാൽ 4 ആൾക്കാർ 4 ഉരുളം കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വിശ്വാസയോഗ്യമല്ലാത്തൊരു കഥയാണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് തോന്നുന്നത് എന്താ, വാവരുടെ ജനനത്തെക്കുറിച്ച് അയ്യപ്പൻ പാട്ടുകളിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. അതാണെങ്കിൽ പിന്നെ തീരെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ശിവൻ എന്ന് പറയുന്ന നമ്മുടെ ആരാധനാമൂർത്തി, ആ ആരാധനാമൂർത്തിക്ക് പാത്തുമ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു മോഹം തോന്നി. കാരണം എന്താ, ശിവൻ അതിനു മുമ്പ് ഒരു സ്ത്രീനെയും കണ്ടിട്ട് ആദ്യമായിട്ട് കാണുന്ന സ്ത്രീ ആയിരിക്കണം, എന്നല്ലേ മോഹം തോന്നൂല്ലോ. അപ്പോൾ ആ സ്ത്രീയിൽ മോഹം തോന്നിയിട്ട് ഈ പാത്തുമ്മയുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു കടമ്പ വൃക്ഷമായിട്ട് നിന്നു. നിറയെ മഞ്ഞ പൂക്കളുള്ള വൃക്ഷം. ആ പൂക്കളുടെ ഭംഗി കണ്ടിട്ട് പാത്തുമ്മ അങ്ങോട്ട് ഓടുവാണ്. എന്തിനാ? ഈ പൂക്കൾ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാത്തുമ്മയുടെ ഉമ്മ വിളിച്ച് പറയാം, മോളെ നീ അങ്ങോട്ട് പോകരുത്, അത് നിന്നെ ചതിക്കാൻ വേണ്ടി ശിവൻ വന്ന് നിൽക്കുന്നതാണ്. ഇതെങ്ങനെ അമ്മക്ക് മനസ്സിലായെന്നറിയാം? നമുക്ക് ജ്യോതിഷം പഠിച്ചിട്ടുണ്ടാവണം.
അയ്യപ്പൻ പാട്ടിലുള്ള കാര്യമാണ്. ഉം. അപ്പോൾ അത് കൂട്ടാക്കാതെ ഈ മകൾ അവിടത്തേക്ക് പോവുകയും അവിടെ എത്തിയപ്പോൾ ശിവൻ ഈ വടവൃക്ഷത്തിലെ ആ കദംബ വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ താഴ്ത്തി ഈ പറയുന്ന പാത്തുമ്മയെ വാരി പുണർന്നു. അതിലുണ്ടായതാണ് വാവരുന്ന്. ഇപ്പം ഇങ്ങനെയുള്ള കഥകൾ അവിടെ കൃത്യമായ അജണ്ടയോടുകൂടി ശിവനെ ഒരു കാമഭ്രാന്തനാക്കി ചിത്രീകരിക്കുക ചെയ്തത്. അങ്ങനെ ഒരു സംഭവം നമ്മളിവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് നടക്കേണ്ടത്? അയ്യപ്പൻ്റെ കാലഘട്ടത്തിലാണ്. അയ്യപ്പൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ പന്തളം കൊട്ടാരത്തിൻ്റെ രേഖകൾ പ്രകാരം കൊല്ലവർഷം 371 പന്തളത്ത് ഈ പറയുന്ന പാണ്ഡ്യരാജ്യക്കാർ വന്നിട്ടൊരു കോവിലകം സ്ഥാപിക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നത്തേക്ക് 824 വർഷമേ ആയിട്ടുള്ളൂ. അത് അയ്യപ്പൻ്റെ വളർത്തച്ഛൻ എന്ന് പറയപ്പെടുന്ന പന്തളത്തെ രാജശേഖരൻ വന്ന് അവിടെ ഈ ആമന്തൂർ കോവിലകത്തെ കുഞ്ഞുണ്ണി തമ്പാനോട് പണം കൊടുത്ത് കൊട്ടാരത്തിൻ്റെ സ്ഥലവും ഭൂമിയും വാങ്ങിച്ചാണ് കൊട്ടാരം പണിതിട്ട് 824 വർഷം. അതിന് ശേഷമാണല്ലോ അയ്യപ്പൻ്റെ ചരിതം വരുന്നത്. അപ്പോൾ ആ സമയത്തല്ലേ ഈ പറയുന്ന വാവർക്ക് അതിൽ ശിവനും ഇതൊക്കെ ഉണ്ടായിട്ട് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ അയാൾ ജനിച്ചത് എവിടെയാണെന്നുള്ളത് ഒരു കണക്കുമില്ല. അപ്പോൾ ഇത് കൃത്യമായ അജണ്ടയോടുകൂടി കേവലം ഈ നമ്മളെ 1950 ഇപ്പുറം, കൃത്യമായി പറഞ്ഞാൽ ഒരു 1975 ഇപ്പുറം വന്ന കൃത്യമായിട്ടൊരു കെട്ടുകഥയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക, ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയാൻ വെച്ചാൽ ഈ പറയുന്നവരുടെ കുടുംബം പറയുന്നത് വെച്ചാൽ ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറഞ്ഞ 2 പട്ടയമുണ്ട് ഇവരുടെ കയ്യിൽ നിന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പട്ടയമില്ല. മുമ്പ് എൻ്റെ ഈ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഈ പട്ടയം ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്നും കാണണം. അത് പന്തളം കൊട്ടാരത്തിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന 2 പട്ടയം, ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറയുന്ന പട്ടയം അവരുടെ കയ്യിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു വ്യാജമായിട്ടുള്ളൊരു പട്ടയമായിരിക്കും. അപ്പം അത് നമ്മുടെ ഒരു ധാരണ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് വാവരല്ല, പകരം വാപുരനാണ് എന്ന് പറയാൻ കൃത്യമായിട്ട് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. വാപുരൻ സ്വാമിയെ മാത്രമല്ല, വാപുരൻ, ഘണ്ഠാകർണൻ, അസ്ത്രഭൈരവൻ, അതുപോലെ തന്നെ കടൂരവൻ, കടുശബ്ദൻ, ഇങ്ങനെ തുടങ്ങിയ നിരവധി ഈ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഭൂതഗണങ്ങളെക്കുറിച്ച് ഈ പറയുന്ന ഈ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലത്തും വിവരിച്ചിട്ടുണ്ട്. അത് ശ്രീ ഭൂതനാഥ സർവസ്വത്തിലും അതുപോലെ ഭൂതനാഥ ഉപാഖ്യാനത്തിലും അങ്ങനെ നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ഇവരെക്കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ശിവഭൂതഗണങ്ങളിലെ പ്രധാനിയായിരുന്നു ബാബുരനെന്നും ഈ ശിവഭൂതഗണങ്ങളിൽ പ്രധാനിയായിട്ടുള്ള ബാബുരനെയും ഘണ്ഠാകർണനെയും അസ്ത്രഭൈരവനെയും ഒക്കെ തന്നെ ശിവൻ തന്നെ ഈ ശാസ്താവിനെ ഏൽപ്പിച്ച് ശാസ്താവിൻ്റെ ഒന്നിച്ച് വിട്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ ഭൂതഗണങ്ങൾ ശാസ്താവിനോടൊപ്പം പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നമ്മുടെ തന്നെ ശിവനുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പല ഗ്രന്ഥങ്ങളിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലടക്കം ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വായിക്കാതെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പരിശോധന നടത്തി എന്താണ് ഈ വാവരുടെ ചരിത്രം എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ അന്വേഷണം നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന പുസ്തകത്തിലടക്കം പറയപ്പെടുന്നൊരു സ്ഥലമാണ് ഈ നമ്മുടെ വെളിയം എന്ന് പറയുന്ന സ്ഥലം. ആ വെളിയം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഒരു 5 മനമൂർത്തി ക്ഷേത്രമുണ്ട്. അതിൻ്റെ പുറകിൽ വെളിയം എന്ന് പറയുന്ന രാജാവിൻ്റെ ഒരു കോവിലകം, നാട്ടുവാഴിയുടെ ഒരു കോവിലകം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ വാപുരൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അന്ന് അവരാം കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന വെളിയത്തിൻ്റെ അടുത്ത് കുറച്ചങ്ങോട്ട് മാറിയിട്ടുള്ള അവരാം കോയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്നുണ്ട്. ഈ വാപുരൻ്റെ കുടുംബത്തിൻ്റെ ആ പേര് അവരാം കോവിലകം എന്നായിരുന്നു. അവരാം കോവിലകത്തായിരുന്നു വാപുരൻ്റെ ജനനം. ആ കോവിലകത്ത് അംഗസംഖ്യ വർദ്ധിച്ചപ്പോൾ അവർ പുതിയൊരു കോവിലകം വെച്ച് ഈ 5 മനമൂർത്തി ക്ഷേത്രത്തിൻ്റെ നേരെ പുറകു വശത്തായിട്ടുള്ള ഒരു സ്ഥലത്ത് താമസം തുടങ്ങിയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പഴയ സ്ഥലത്തിനെ ആ കോവിലകം നിന്ന സ്ഥലത്തിനെ അവരാം കോവിലകം നിന്ന സ്ഥലം അവരാം കോയിൽ എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്നുണ്ട്. ഇന്നും ആ സ്ഥലത്തിന് അവരാം കോയിൽ എന്നാണ് അറിയപ്പെടുന്നത്.
ഏകദേശം ഒരു 10, 300, 400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സമയത്തായിരിക്കാം ഈ കോവിലകം അവിടെ നിന്ന് നശിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് തന്നെ മാറി അവിടെ നിന്ന് ഈ അഞ്ചുമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് ഏകദേശം 10, 400 കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കാം. ഏതായാലും ആ അവരാം കോവിലകം എന്ന് പറയുന്ന സ്ഥലം ഇന്നും ഉണ്ട്, അവരാം കോവിൽ എന്ന പേരിൽ. ആ അഞ്ചുമനമൂർത്തി ക്ഷേത്രത്തിനടുത്ത് ഈ പറയുന്ന അവരാം കോവിലകത്ത് വെച്ച് ആരാധിച്ചിരുന്ന അയ്യപ്പസ്വാമിയുടെ ചൈതന്യത്തെ ഇപ്പോഴും അവിടെ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നുണ്ട്. അഞ്ചുമനമൂർത്തി ക്ഷേത്രത്തിൽ നല്ല നാട്ടുകാരുള്ള നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമമാണിത്. ഞാൻ പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ വാപുരൻ സ്വാമിയും ഘണ്ഠാകർണനും അസ്ത്രഭൈരവനും കടൂരവനും കടുശബ്ദനും അങ്ങനെ തുടങ്ങിയ നിരവധി ഭൂതഗണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ ശബരിമലയുടെ യാത്രയുടെ ആരംഭം കുറിക്കുന്നത് എരുമേലിയിലാണ്. അപ്പോൾ ഈ എരുമേലി മുതൽ സന്നിധാനം എത്തുന്നതിന് വരെ 6 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിനും ഓരോ കാവൽക്കാരെ സാക്ഷാൽ മണികണ്ഠനാണ് നിയോഗിക്കുന്നത്, അയ്യപ്പസ്വാമിയല്ല. നമ്മൾ അയ്യപ്പനും മണികണ്ഠനെല്ലാം ഒരാളായിട്ട് കണക്കാക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഏകദേശം 800 വർഷത്തിനിപ്പുറമാണ്. എന്നാൽ അതിനേക്കാളും ഏകദേശം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ, ഏകദേശം ഒരു 4000 വർഷത്തോളം പഴക്കമുണ്ട് നമ്മുടെ മണികണ്ഠൻ്റെ ചരിതം. ആ മണികണ്ഠൻ്റെ ചരിത്രത്തിലാണ് നമ്മൾ മഹിഷിയുടെ കഥയൊക്കെ വരുന്നത്. അപ്പോൾ ആ മണികണ്ഠൻ്റെ ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന മണികണ്ഠനാണ് അവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രവർത്തിക്കുന്ന വ്യക്തി. അപ്പോൾ ഈ പറയുന്ന 6 സ്ഥലങ്ങളിലും 6 ഭൂതഗണങ്ങളെ കാവൽ നിർത്തി എന്ന് പറയുന്നത്, തന്നെ കാണാൻ വരുന്ന തൻ്റെ ഭക്തജനങ്ങൾക്ക് ഒരു ദോഷവും വന്യമൃഗങ്ങളിൽ നിന്നുണ്ടാവാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി സംരക്ഷണമേകണമെന്ന് പറഞ്ഞു. അതിൻ്റെ 1ാമത്തെ കോട്ടയുടെ കാവൽക്കാരനാണ് ആര്? ഈ വാപുരൻ. ആ 1ാമത്തെ കോട്ടയാണ് എവിടെ? ഈ പറയുന്ന എരുമേലിയിൽ. അതിനുശേഷം ഉള്ള കോട്ടയാണ് കാളകെട്ടി, അവിടെ നന്ദീശ്വരൻ എന്ന് പറയുന്ന ഭൂതഗണ. ഈ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ ആ കാളകെട്ടിയിൽ കർമ്മം ചെയ്തിട്ടേ ശബരിമലയ്ക്ക് പോകാറുള്ളൂ. ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരു ഭക്തനും അവിടെ നാളികേരം ഉടക്കണം, അവിടെ കർമ്മം ചെയ്യാനുണ്ട്. ആ കർമ്മം ചെയ്തിട്ടാണ് പിന്നെ അഴുതിയിലേക്കെല്ലാം പോകുന്നത്. പിന്നെ കരിമലക്ക് മുകളിൽ കരിമലനാഥൻ, കരിമല ശാസ്താവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ കടുശബ്ദനെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് അവസാനം എവിടെ? ശരംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് അസ്ത്രഭൈരവനെ നിർത്തിയിട്ടുണ്ട്. ശരംകുത്തിയിൽ കർമ്മമുണ്ട്, കരിമലക്ക് കർമ്മമുണ്ട്, കാളകെട്ടിയിൽ കർമ്മമുണ്ട്, ഈ ഓരോ സ്ഥലത്തും കർമ്മമുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് എരുമേലിയിലും മാത്രം. അവിടെ കർമ്മം ചെയ്യാനില്ല, അവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. മറ്റുള്ള സ്ഥലത്തൊക്കെ തന്നെ ഈ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളുണ്ട്, എരുമേലിയിൽ വിഗ്രഹമില്ല. അവിടെ വാവരുണ്ടാകാം, അത് ആരാധിക്കുന്ന ആൾ ആരാധിച്ചോട്ടെ, ഒരു തെറ്റുമില്ല. നിങ്ങളവിടെ പോകേണ്ടതെന്ന് നമ്മൾ പറയാറില്ല, ഞാൻ പറയാറില്ല. അവിടെ പോകുന്ന ആൾക്ക് പോകാം, അവിടെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതൊക്കെ നിസ്കരിക്കാം, പ്രാർത്ഥിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കാം. അവിടെ അതൊക്കെ ഓരോ ആളുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാർ, ഞാനിപ്പം എൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി ശബരിമലയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ യഥാവിധി അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് പോകാറ്. ഞാൻ എപ്പോഴും വൃശ്ചികം ആരംഭത്തിൽ പരമ്പരാഗത പാതയിലൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഞാൻ കൃത്യമായിട്ട് സ്വാമിമാർക്കെല്ലാം കാണിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് പോവുക. അപ്പോൾ എരുമേലിയിൽ എത്തിക്കഴിഞ്ഞാൽ എരുമേലിയിൽ ചെയ്യേണ്ട ചടങ്ങുകളുണ്ട്. അവിടെ രുദ്രക്കുളമുണ്ട്, അത് നമ്മൾ കാണേണ്ടതാണ്, അത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ പുത്തൻ വീടുണ്ട്, അത് വളരെ ബന്ധപ്പെട്ടിട്ട് കിടക്കുന്ന ഈ പറയുന്ന മണികണ്ഠനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അവിടെ പേട്ടതുള്ളുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പേരൂർത്തോടെത്തി അവിടെ നിന്ന് കാളകെട്ടിയിലേക്ക് പോകുന്നു. കാളകെട്ടിയിൽ പ്രധാനമായ ചടങ്ങ് ഇവിടുത്തെ ഭൂതഗണത്തിൻ്റെ. അങ്ങനെ ഓരോ സ്ഥലത്തും ഭൂതഗണങ്ങളുടെ ആ സഹായത്തോടുകൂടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ശബരിപീഠത്തിലായാലും മറ്റെല്ലാ സ്ഥലത്തും ഈ ഭൂതഗണങ്ങളുടെ സാന്നിധ്യമുള്ളത്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ബാബുരൻ്റെ സന്നിധിയിൽ നമ്മൾ കർമ്മം ചെയ്ത് പോവല്ലേ വേണ്ടത്? എല്ലാ സ്ഥലത്തും നമ്മൾ കർമ്മം ചെയ്യണ്ടേ? അപ്പോൾ കർമ്മം ചെയ്യാൻ ഒരു സൗകര്യമില്ല എങ്കിൽ നമ്മളെന്താ പറയുക, ആ സ്ഥലം നമ്മൾ വേണം, അവിടെ കർമ്മം ചെയ്യാനുള്ള സംവിധാനം വേണം എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഇപ്പം കുറേ വർഷമായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ പോകാറില്ല. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അവിടെ ബാബുരിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ പറ്റുക? അവിടെ ബാബുരിന് കർമ്മം ചെയ്യാൻ വേണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കണം, ഇവിടെ ബാബുരു സ്വാമിക്ക് കർമ്മം ചെയ്യുന്ന സ്ഥലമാണ്, ഇത് ബാബുരൻ സ്വാമിയുടെ സന്നിധിയാണ്. അല്ല വാവരാണെങ്കിൽ വാവരൻ്റെ സന്നിധിയാണെന്ന് അവിടെ എഴുതി വെക്കണം. അല്ലെങ്കിൽ ഇത് വാവരൻ്റെ മസ്ജിദാണ്, ഒന്നും എഴുതിയിട്ടില്ല. ഇപ്പം നൈനാർ മസ്ജിദ് എന്നല്ലേ എഴുതിയിട്ടുള്ളത്, പിന്നെ ഇങ്ങനെ വാവരൻ്റെ സന്നിധി ആവുക? ഞാൻ അത്ര ആരാണ് അത് ഇപ്പം വന്ന പേരാ, നൈനാൻ മസ്ജിദ് എന്ന് ഇപ്പം വന്ന പേരാ. പണ്ട് കാലങ്ങളിൽ ഒരു ഓടിട്ട ഒരു ആലയായിരുന്നു, അതിന് മുമ്പ് പുൽപ്പുരയായിരുന്നു.
ആ സമയത്തൊക്കെ തന്നെ പഴയ കാലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന കുറുമാളൂർ നാരായണപിള്ള എഴുതിയ ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നു, അവിടെ പേട്ട തുള്ളിയതിന് ശേഷം നേരെ നമ്മൾ വരേണ്ടത് ഇവിടെ ഈ വാപുരൻ്റെ സന്നിധിയിൽ അവിടുത്തെ പ്രതിഷ്ഠാ മണ്ഡപത്തിൽ നമസ്കരിച്ച് വേണം പോകാൻ. ആ പ്രതിഷ്ഠാ മണ്ഡപം ഇന്ന് എവിടെയുള്ളത്? അത് എവിടെ ഉണ്ടായിരുന്നത്? അവിടെയാണ് ഈ വാപുരൻ്റെ പ്രസക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഈ വാപുരൻ എന്ന് പറയുന്ന സങ്കല്പത്തെ എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ആരാധിക്കാൻ വേണം, അത് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ ശബരിമലയിലെ വാവര് നടയോ? ശബരിമലയിൽ വാവര് നട എന്ന് പറയുന്നത് നമ്മുടെ ധാരണക്കപ്പുറ. കാരണം 1900 മുമ്പ് വരെ വാപുരൻ സ്വാമിയുടെ സന്നിധി എന്ന് പറയുന്നത് മാളികപ്പുറത്താണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന ആൾ എഴുതിയ ഐതിഹ്യമാലയിൽ മാളികപ്പുറത്തുള്ള ദേവതാ സങ്കല്പങ്ങളുടെ പട്ടികയിൽ വാപുരൻ സ്വാമിയുടെ സാന്നിധി അവിടെ ഉണ്ട് എന്ന് പറയുന്നു. 1900 അവിടെ തീവെപ്പുണ്ടായി, ആ ക്ഷേത്രം നശിച്ചു. ആ സമയത്ത് വീണ്ടും ഈ വാപുരൻ ആ കാലഘട്ടം ആകുമ്പോഴേക്കും ഈ ക്ഷേത്രത്തിലെ ഈ വാപുരൻ സ്വാമിയുടെ പൂജകരായ ആൾക്കാർ മാറി. അതിന് മുന്നേ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വിഗ്രഹം ശ്രീകോവിൽ മാറിയിട്ടില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ അത് സെമിറ്റിക് മതങ്ങളുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ആ കാലഘട്ടത്തിൽ അഗ്നിക്കിരയായതിനു ശേഷം പിന്നീട് ഈ ക്ഷേത്രം നേരെ 18-ാം പടിക്ക് താഴെ 50 മീറ്റർ മാറിയിട്ട് സ്ഥാപിച്ചു. ആ ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യമായ തുകയെക്കുറിച്ചും മറ്റും വളരെ കൃത്യമായിട്ട്, കാരണം വാപുരൻ സ്വാമിക്ക് വേണ്ടിയുള്ള ശ്രീകോവിലും മറ്റു കാര്യങ്ങളും നിർമ്മിക്കാനും പ്രതിഷ്ഠയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ചെലവിന് വേണ്ടി ഇത്ര പൈസ ചെലവാകുന്നുണ്ട് എന്നതിനെക്കുറിച്ച് കൃത്യമായ കണക്ക് ശ്രീ കുറുമാളൂർ നാരായണപിള്ള എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ഷേത്രമുണ്ട് എന്നല്ലേ? അപ്പോൾ ആ ക്ഷേത്രം, അവിടുത്തെ വിഗ്രഹം ഇന്ന് എവിടെ പോയി? അവിടെ എങ്ങനെ ഒരു ഖബർ വന്നു? ഖബറില്ല അവിടെ. ഖബർ എന്തൊരു പച്ച തുണി വിരിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെ ഖബറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ സന്നിധിയുടെ മുകളിലുണ്ടായ അയ്യപ്പനുമായിട്ടുള്ള സന്തത സഹചാരികളായ എല്ലാ ആൾക്കാരും 18-ാം പടിക്ക് മുകളിലാകുമ്പോൾ ഇത് മാത്രം എന്തേ താഴേക്ക് വന്നത്? അതും 18-ാം പടിക്ക് താഴെ 50 മീറ്റർ മാറിയിട്ട് വന്നത്? കാരണം അത് ഈ പറയുന്ന 1900 ശേഷം ചില ആൾക്കാർ പറഞ്ഞു, ഇതിൻ്റെ മുകളിൽ നമ്മുടെ ആൾക്കാർ മാത്രം മതി, മറ്റുള്ളവർ വേണ്ട എന്ന് ചിന്തിച്ചിട്ടാവാം അന്ന് അതിനുശേഷം ആ കോവിലിൻ്റെ ഇത് അവിടെ നിന്ന് മാറ്റി പുതിയൊരു കോവിലകം താഴെ ഉണ്ടാക്കി. പിന്നീട് 1950 ശേഷമാകാം ചിലപ്പോൾ ആ കോവിലകം പൂർണ്ണമായിട്ട് ശ്രീകോവിലടക്കം ഇല്ലാതായതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അപ്പോൾ അവിടുത്തെ വിഗ്രഹം എവിടെ പോയി എന്നുള്ളത് സംശയം തന്നെയാണ്. അല്ല, ഇപ്പോൾ വാവരുടെ നട അവിടെ ഉണ്ട്. ശരിക്കും വാപുരനാണ് വേണ്ടതെങ്കിൽ ഈ വാവരുടെ നടയ്ക്ക് ഇനി അവിടെ നീക്കൂ, ഒരു കർസേവയ്ക്കുള്ള സാധ്യത വല്ലതും ഉണ്ടോ അവിടെ? അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അതിനൊറ്റ ഇതേ ഉള്ളൂ. 1950 കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ തീവപ്പെല്ലാം കഴിഞ്ഞു പുതിയ ഭരണസമിതി വരുന്ന സമയത്ത് അവർ എല്ലാവരോടും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധമുണ്ടെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധമുള്ള രേഖ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രേഖ ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഈ കൊച്ചുകടുത്ത സ്വാമിയുടെ കുടുംബക്കാർക്ക് രേഖയുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷേ അത് സമയം കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ആ രേഖ സ്വീകരിച്ചില്ല. എന്നാൽ ഈ അവിടെ പടക്കങ്ങളും മറ്റും വെടിവഴിപാടൊക്കെ നടത്താൻ പറ്റുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവർ നമ്മളെ അമ്പലപ്പുഴ ഭാഗത്തുള്ള ഒരു കളരി നടത്തുന്ന അതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ സുശീല ഗോപാൽ, നമ്മുടെ പഴയ രാഷ്ട്രീയ നേതാവായ സുശീല ഗോപാലിൻ്റെ കുടുംബമാണ് അത് ചെയ്തിരുന്നത്. അവർക്ക് പിന്നെ ഈ ഇതിനോട് വിശ്വാസമില്ലാത്തതുകൊണ്ട് അവർ രേഖ ഹാജരാക്കിയില്ല. ചീരപ്പൻചിറ കളരിക്കാർ, അതാണ് അയ്യപ്പൻ്റെ കളരിയാണെന്നാണല്ലോ പറയുന്നത്. അയ്യപ്പൻ്റെ കളരിയാണെന്ന് പറയുന്നു. ഞാനത് അംഗീകരിക്കുന്നില്ല കേട്ടോ. അതിന് പിന്നിൽ വേറെ കാര്യമുണ്ട്. അപ്പോൾ ആ ചീരപ്പൻചിറ കളരിക്കാർക്കാണ് ഇവിടെ അനുവാദം ഉണ്ടായിരുന്നത്. അവർക്ക് ഇതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ഹാജരായില്ല. എന്നാൽ അന്ന് ഹാജരാക്കി എന്ന് പറയുന്നത് ഈ വാവരുടെ കുടുംബം 2 രേഖ ഹാജരാക്കി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് ചെമ്പഴന്നൂർ പട്ടയം എന്ന് പറയുന്നത്. എന്നാൽ ആ പട്ടയം ഇന്ന് അവർ പുറത്ത് കൊണ്ടുവരില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇല്ല എന്ന് ഞാൻ പറയാൻ വ്യക്തമായ കാരണമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അന്ന് കോടതിയിൽ ഇവർ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് രേഖയാണ്?
അങ്ങനെ ഒരു രേഖയില്ല എന്ന് 100-ൽ 500% അടിവരയിട്ട് പറയാൻ ഞാൻ തയ്യാറാണ്, തെളിവടക്കം നിരത്തിയിട്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതുകയും അതല്പം നമ്മുടെ ഒരു ക്ഷേത്രത്തിന് പുനരുദ്ധരണവുമായി ബന്ധപ്പെട്ട് എവിടെ ക്ഷേത്രം തകർന്നോ അവിടെയൊക്കെ ഓടിയെത്തിയിട്ട് ക്ഷേത്രത്തിനെ പുനരുദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ മഹത്വങ്ങൾ വിളിച്ചു എന്ന് മറ്റൊരു വ്യക്തിയുണ്ട്, അനീഷ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ. നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അനീഷ് പി ജി, കാരണം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തി, ഉള്ള കാര്യം തുറന്നു പറയാലോ. അപ്പോൾ അദ്ദേഹം എൻ്റെ ഈ കാര്യം ഫേസ്ബുക്കിലിട്ടു. ഉടൻ തന്നെ ഈ വാവരുടെ കുടുംബാംഗമാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇത് പിൻവലിക്കണം, പുസ്തകം പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഈ പുസ്തകം പിൻവലിക്കണം, ഇതിൽ വാവരുടെ കുടുംബത്തെക്കുറിച്ച് മോശമായി പറയുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് അയാൾ നിയമപരമായി പോവല്ലേ വേണ്ടത്? ഇതുവരെ പോയിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അയാൾ നിയമപരമായിട്ട് പോകണം, എനിക്കെതിരെ കേസെടുക്കണം എന്നുള്ളത്. അപ്പോഴതിനൊരു പൂർണ്ണത വരും. അപ്പോൾ അങ്ങനെ അവർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായി അവിടെ പ്രൂവ് ചെയ്യും, അവർക്ക് അവിടെ രേഖ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ രേഖയില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ എങ്ങനെ അവകാശം കൊടുത്തു? അങ്ങനെയാണെങ്കിൽ ഇന്ന് ചീരപ്പഞ്ചിറ കളരിക്കാർക്ക് അവിടെ അവകാശം കൊടുക്കണം. അതുപോലെ തന്നെ കൊച്ചുകുടത്തിൻ്റെ ആൾക്കാർക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം കൊടുക്കണം. അതിനു മുമ്പ് വനവാസികളുണ്ട്, അവരായ ആൾക്കാർക്ക് എല്ലാവർക്കും അവകാശം കൊടുക്കണം. അതെല്ലാം കൃത്യമായി കൊടുക്കണം. അപ്പോൾ ഇവർക്ക് മാത്രം അവകാശം കൊടുത്തത് തെറ്റ്. അതിൻ്റെ രേഖ അവർ ഹാജരാക്കണം. ഇന്നത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഓരോ സമയത്തും ആരാണോ ഭരണാധികാരി അവർക്കെങ്കിലും ബോധ്യം വരണം. അപ്പോൾ ദേവസ്വം ബോർഡ് അവരോട് ആ രേഖ കാണിക്കാൻ പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കണം. അവർക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അവരവിടെ നിന്ന് മാറേണ്ടി വരും. അപ്പോൾ വാവര് നട അവിടെ ശരിക്കും ഇരിക്കാൻ പാടില്ല. വാപുരൻ എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്, അതിനൊരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ എവിടെ പോയി എന്നറിയില്ല. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു സംശയമാണ്, അവിടെ വലിയ കുളമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ വലിയ കുളത്തിലേക്ക് ഇത് ഇട്ടിട്ടുണ്ടോ? ആ മണ്ണിട്ട് മൂടുന്ന സമയത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ടോ? വാവര് നട ഇനി എന്ത് ചെയ്യും? അവിടെ ഒരു ആവശ്യമില്ലല്ലോ. യഥാവിധി ആ വാവരുടെ കുടുംബക്കാർ ഇന്നും ഉണ്ട്. വാപുരൻ എന്ന് പറയുന്ന അവരുടെ കുടുംബക്കാർ ഇന്നും വെളിയത്തുണ്ട്. വെളിയത്തും മറ്റു പല ഭാഗത്തും ഉണ്ടാവും. എനിക്കൊന്ന് പത്തനംതിട്ട തന്നെ പല സ്ഥലത്തും ഉണ്ട് അവരുടെ വാപുരൻ്റെ കുടുംബക്കാരുണ്ട്. അവർക്ക് ഇല്ല. അവരുടേത് അത് സങ്കല്പമാണ്. അപ്പോൾ അവർക്ക് യഥാവിധി അത് കൈമാറാം. എന്നിട്ട് മാളികപ്പുറത്ത് തന്നെ കൊച്ചുകടുത്തക്കടുത്തായിട്ട്, കാരണം കൊച്ചുകടുത്തിയും വാപുരനും തുല്യരാ, ഭഗവാന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇത് സ്ഥാനം കൊടുത്ത് അവർക്ക് അവകാശം കൈമാറണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പറയാലോ. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. അപ്പോൾ ഇതിന് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. കാരണം അയ്യപ്പനായിട്ടോ മണികണ്ഠനായിട്ടോ ശാസ്താവായിട്ടോ ബന്ധമുള്ള എല്ലാ ഭൂതഗണങ്ങളും എല്ലാ ദൈവങ്ങളും വളരെ ഭഗവാൻ അടുത്ത് കിടക്കുമ്പോൾ ഇയാൾ മാത്രം എന്തുകൊണ്ട് ദൂരെ മാറിയിരിക്കുന്നു? 50 മീറ്റർ ദൂരെ 18-ാം പടിക്ക് താഴെ അങ്ങ് മാറിയിരിക്കുക. വലിയ കടുത്ത പോലും 18-ാം പടിക്കടുത്ത 18-ാം പടി കയറുന്നതിന് മുമ്പാറ്റി വലിയ കടുത്തയും കറുപ്പായി മാതാവിനെയും കറുപ്പസ്വാമിയെയും തൊഴുതിട്ടാണ് 18-ാം പടി കയറേണ്ടത്. ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ആർക്കും അറിയാതിനില്ല. പിന്നെ ബാബുരൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ അവസരം വരുന്ന സമയത്ത് ഞാൻ അവരെ കാത്തിരിക്കുകയാണ്. അത് പക്ഷേ ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന പ്രശ്നം മുസ്ലിങ്ങളുടെ ഒരു ഭാഗമായിട്ടുള്ള മുസ്ലിങ്ങൾ ആരെങ്കിലും ശബരിമലയിൽ ഇപ്പോൾ അങ്ങനെ വിശ്വാസത്തോടു കൂടി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവിടെ ഈ വാവരുടെ നട അവിടെ ഉണ്ട്. അതെങ്ങനെ അവിടെ നിന്ന് നീക്കം ചെയ്യും? അത് കർഷക വേണ്ടി വരും എന്നുള്ളതാണ്. അതാണ് ചോദ്യം അങ്ങയുടെ. ഇവിടെ വേറൊരു കാര്യം വെച്ചാൽ മുസ്ലിങ്ങളായ നിരവധി ആൾക്കാർ ഭക്തിയോടുകൂടി ശബരിമലയ്ക്ക് വരുന്നുണ്ട്. ഭക്തിയോടുകൂടി എത്രയോ മുസ്ലിങ്ങൾ ശബരിമലയ്ക്ക് വരുന്നുണ്ട്, ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കാരണവശാലും ഒരു കർസേവയോടുകൂടിയോ ഒരു അക്രമത്തിലൂടെയോ ഒരു പ്രതിഷേധത്തിലൂടെയോ അല്ല നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് കുറേ ആൾക്കാരുടെ വിശ്വാസത്തെ, കാരണം വെച്ചാൽ ഒരു നാട്ടിലൊരു സംഘർഷം ഉണ്ടാക്കിയിട്ട് ഒരു തരത്തിലുള്ള ആരാധനയും പാടില്ല എന്നുള്ളതാണ് വ്യക്തിപരമായ അഭിപ്രായം. മറിച്ച് നിയമപരമായിട്ട് കോടതിയെ സമീപിക്കും. നിയമപരമായിട്ട് തക്കതായ തെളിവോടുകൂടി അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന തെളിവുകൾ ഞാനും കൊടുക്കും. കൃത്യമായിട്ട് അവർക്കിവിടെ യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത്. വാവരായിക്കോട്ടെ, അവരുടെ സങ്കല്പത്തിലെ വാവരായിക്കോട്ടെ, തൊഴുന്നാൾക്കാർ തൊഴുതോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഗ്രഹ ആരാധകരാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വാവരുടേതായിട്ടൊരു വിഗ്രഹം വേണം. എവിടെ പോയി? അവിടെ വന്നിരിക്കുന്നത് യഥാവിധി അവർക്ക് വരാം, തൊഴാ, പോകാം. അവിടെ ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ല, ഏതാൾക്കാർക്കും പോകാം. ഇതിവിടെ മാത്രമല്ല, ചേർത്തലയിൽ ഒരു സ്ഥലത്തുണ്ട് വെളുത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട്, അത് അയ്യപ്പൻ്റെ സന്തത സഹചാരി എന്ന് പറയുന്നുണ്ട്.
പക്ഷെ അതൊന്നും ശബരിമലയിലേക്ക് കടന്നു കയറിയിട്ടില്ല. ചില ആൾക്കാർ പറയുന്നത് എന്താ, നിങ്ങൾ ശബരിമലക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുന്നിട്ട് ഇവിടെ മാല അർത്തുങ്കൽ പള്ളിയിൽ മാല വരികയല്ലേ അത് പൂർണ്ണമാവുന്നു. അപ്പോൾ അതൊക്കെ പിന്നീട് വന്നിട്ടുള്ള കുറേ തെറ്റിദ്ധാരണയാണ്. അതാണ് നേരത്തെ ചീരപ്പഞ്ചാര കളരിയുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പഠിച്ചെടുത്തല്ല അതുള്ളത്. അത് കുറേ ഈ പറയുന്ന സ്വാമി അയ്യപ്പൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വന്ന തെറ്റിദ്ധാരണയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അപ്പോൾ വാപുരൻ്റെ ഒരു ക്ഷേത്രം എരുമേലിയിൽ വരും എന്ന് തന്നെ വിശ്വസിക്കാമല്ലേ? വാപുരൻ്റെ ക്ഷേത്രം എരുമേലിയിൽ വരണമെന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റൂ. അതിനെന്തെങ്കിലും സാഹചര്യം അവിടുത്തെ പിന്നെ വിശ്വാസികളായ ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം മുന്നേ ഞാനൊരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലെ ചൈതന്യം അതിന് ഒരു കോട്ടവും തെറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ വാപുരൻ്റെ ചൈതന്യം അവിടെയുണ്ട് എന്നും അവിടെ വാപുരന് ക്ഷേത്രം വേണമെന്നും മുമ്പ് അവിടുത്തെ എരുമേലിയിലുള്ള അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന സ്വർണ്ണപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം വേണമെന്ന്. പക്ഷേ ദേവസ്വം ബോർഡ് കൈമലർത്താൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേവസ്വം ബോർഡിന് തോന്നുവാണ് അവിടെ ഇത് വേണം, സ്വർണ്ണ പ്രശ്നത്തിൽ കണ്ട കാര്യം നടപ്പിലാക്കണം എന്ന് ഒരു നല്ലവനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ദേവസ്വം പ്രസിഡന്റ് തോന്നിക്കഴിഞ്ഞാലോ ഒരു ബുദ്ധിമുട്ടുമില്ല, ഭംഗിയായിട്ട് അവിടെ നടക്കും. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയട്ടെ, ഞാനൊരു വിശ്വാസി ആയതുകൊണ്ട് പറയാണ്, അവിടെ ശബരിമലയുടെ ഒന്നാം കവാടമാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, അവിടെ ബാബുരൻ സ്വാമിക്ക് വേണ്ടി ക്ഷേത്രമുണ്ടാകും. അത് ഞാനൊന്നും ഇതിന് കാരണക്കാരാവണ്ട. കാരണം എന്താ, പുതിയ ദേവസ്വം ബോർഡ് തന്നെ ചിലപ്പം അതിന് മുൻകൈ എടുത്ത് വന്നേക്കാം. ഇല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ആ ബാബുരൻ സ്വാമിയും അതുപോലെ ശ്രീ ധർമ്മശാസ്താവും കൂടി ഉണ്ടാക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകൾ മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.